അൽവാറസിന്റെ ഒരു അപ്ഡേറ്റ് ബ്രോ. അൽവാറസിന്റെ അതുപോലെ തന്നെ റഫീനയുടെ റിലേറ്റഡ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ മറ്റൊന്നുമല്ല, കാര്യം പറയാനായിട്ടുള്ള ഇതാണ്. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അൽവാറസിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ടീം ടോക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. സോ അവരൊക്കെ ലീഡ്സിലുള്ള UK ബേസ്ഡ് ഒരു മീഡിയ ഗ്രൂപ്പാണ്. സോ അവന്മാര് പറയുന്നത് ആർസണലും ചെൽസിയും അൽവാറസ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുന്നുണ്ട്, അതായത് ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്നതിലേക്ക് കടക്കുന്നു എന്നുള്ള രീതിയിൽ വിട്ടിട്ടുണ്ട്. എനിക്കിത് കൂടുതലും ചുമ്മാമാർ അടിച്ചുവിടുന്നതായിട്ടാണ് ന്യൂസ് സർക്കുലേഷൻ. കാരണം അൽവാറസിനെ 77 മില്യൺ പൗണ്ടിന്റെ ഒരു ടോട്ടൽ പാക്കേജിലാണ് സിറ്റി വിൽക്കാൻ റെഡിയായി വെച്ചിരിക്കുന്നത്. ചെൽസിയും ആർസണലും അത് എക്സ്പ്ലോർ ചെയ്യുന്നു, അഥവാ അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചേക്കാം എന്ന് പറഞ്ഞ ടീം ടോക്ക് ഇപ്പം റിപ്പോർട്ട് ലീഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു UK മീഡിയ ആണ്. റിലയബിൾ ആണോ ഒന്നും ചുമ്മാ ഇങ്ങനെ അടിച്ചു വിടാറായിട്ടുണ്ട്. സോമാർ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഐ വോണ്ട് ബി സർപ്രൈസ്. ആർസണലും ചെൽസിയും രണ്ടുപേരും മേ ബി നോക്കാൻ സാധ്യതയുള്ള പ്ലെയർ ആണ്. 100% ഫോർ 77 മില്യൺ പൗണ്ട്സ് ഫെയർ പ്രൈസ് ആണല്ലോ അൽവാറസ് പോലത്തെ ഒരു ടോപ്പ് ടാലന്റ്. 60 മില്യൺ പൗണ്ട്സ് ഫിക്സർ, 17 മില്യൺ പൗണ്ട്സ് ആഡ് ഓൺസ് ആണ്. സോ 60 മില്യൺ പൗണ്ട്സ് ഫിക്സഡ് പീസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം, മുണ്ടോടെപ്പട്ടയും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. പിന്നെ പല ജേർണലിസ്റ്റുകളും ബാർസ റിലേറ്റഡ് ആയ മീഡിയസും സ്പോർട്ടും എല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഫീന റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് റൂമർ എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് 65 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് സൗദിയിൽ നിന്ന് വന്നു എന്നാണ്. സൗദിയിൽ ഏത് ക്ലബ്ബാണെന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ഇപ്പൊ ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്ക ടൈമിൽ അൽ ഹിലാലിന്റെ 100 മില്യൺ അടുത്ത് ബിഡ് വന്നു എന്നാണ് റൂമറുകൾ വരുന്നത്. ബട്ട് ഇപ്പൊ വരുന്നത് 65 മില്യൺ യൂറോസിന്റെ ഒരു ബിഡ് വന്നതും റഫീനെ ബാർസലോണ സെല്ല് ചെയ്യുന്നതിനെതിരല്ലെന്നും, ബാർസലോണ കുറച്ചുകൂടെ 65 മില്യൺ യൂറോസിന് വിൽക്കത്തില്ല, മേ ബി ഒരു 80 മില്യൺ യൂറോസിന് മുകളിലുള്ള ബിഡുകൾ സ്വീകരിച്ചേക്കാമെന്നും പറഞ്ഞ റൂമറുകൾ കേൾക്കുന്നുണ്ട്. റഫീനയ്ക്ക് യൂറോപ്പിൽ തന്നെ തുടരാനാണ് താല്പര്യം. ബട്ട് ബാർസലോണ മൈറ്റ് പുഷ് ദ പ്ലെയർ. കാരണം 80 മില്യൺ പ്ലസ് യൂറോസ് റഫീന അൺട്രാൻസ്ഫറബിൾ അല്ല. മുന്നോട്ടപ്പെട്ടവ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഫീനെ ബാർസലോണ 80 മില്യൺ പ്ലസ് യൂറോസ് വരുവാണെങ്കിൽ ബാർസലോണ വിൽ ലിസൺ ടു ദോസ് ഓഫേഴ്സ് സീരിയസ്ലി കേൾക്കുന്നുണ്ട്. ബട്ട് റഫീനയുടെ ഒരു അഗ്രിമെന്റ് കിട്ടാൻ പാടായിരിക്കും. അതുപോലെ തന്നെ ഒരു റൂമറുകൾ പരക്കുന്നുണ്ട്, വരും സമയങ്ങളിൽ ആർസണൽ റഫീന ഡീലിലോട്ട് എൻ്റർ ആയേക്കാം, റഫീനയില് ഇൻട്രസ്റ്റ് കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ റൂമറുകൾ പരക്കുന്നുണ്ട്. സോ കിയസയില് ആർസണലും ടോട്ടനാമും അതുപോലെ തന്നെ ചെൽസിയും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ചുമ്മാ ഇറ്റാലിയൻ ബേസ്ഡ് മീഡിയാസ് റൂമറുകൾ പരക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കേൾക്കുന്നത് കിയസ ഡീലില് ഫ്രണ്ട് ഫുട്ടിലുള്ളതും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും ടോട്ടനാം ആണെന്ന്. 30 മില്യൺ യൂറോസിന്റെ അറൌണ്ട് ഒരു പാക്കേജിന്റെ കിയസനെ കിട്ടും. കിയസയ്ക്ക് കൂടുതൽ എന്താ പറയാ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും ഇപ്പൊ ലീഡ് ചെയ്യുന്നതും ടോട്ടനാം ആണെന്നുള്ള രീതിയിൽ റൂമറുകൾ വരുന്നുണ്ട്. ആർസണലും കിയസ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ബാർസലോണയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും സമയങ്ങളിൽ റഫീനയ്ക്ക് വേണ്ടി ആർസണൽ വന്നേക്കാം എന്നാണ്. ആൻഡ് റഫീനയ്ക്ക് ബാർസയിൽ തന്നെ തുടരാനാണ് താല്പര്യം. കൂടാതെ അഥവാ സെല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലും പുള്ളി സൗദിയിലും പ്രിഫർ ചെയ്യുക, യൂറോപ്പിൽ തന്നെ തുടരാനായിരിക്കും എന്നാണ് കേൾക്കുന്നത്. സോ ആർസണലിൽ ഒരു ഓഫർ വരും മണിക്കൂറുകളിൽ ബാർസലോണ എക്സ്പെക്ട് ചെയ്യുന്നു. എസ്പെഷ്യലി സ്മിത്രോവിന്റെ, നെൽസന്റെ, എൻകത്തിയുടെ ഒക്കെ സെയിലിന് ശേഷം എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ റൂമറുകൾ വരക്കുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അൽവാറസിന്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചുമ്മാ അടിച്ചു വിടുന്നതായിട്ടാണ്. ഇനി ഓരോരോ ക്ലബ്ബുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതാണ്. റഫീനയുടെ കാര്യത്തിൽ സൗദിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഐ വോണ്ട് ബി സർപ്രൈസ്. പ്രീമിയർ ലീഗിൽ നേരെ ഒരു ഓഫർ വരും ദിവസങ്ങളിൽ വന്നാലും സർപ്രൈസ് ആവാനില്ല. കാരണം റഫീന ക്വാളിറ്റി പ്ലെയർ ആണ്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഷുഡ് ബാർസലോണ സെൽ റഫീന? ഓഫർ വന്നാൽ ഫോർ അബവ് 80 മില്യൺ. ആൻഡ് ഷുഡ് ചെൽസി ഓർ ആർസണൽ കൺസിഡർ അൽവാറസ്? കാരണം ചെൽസി ആർസണലുമായിട്ട് ഇനി ലിങ്ക് ചെയ്ത അൽവാറസിന്റെ റൂമറുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി പതുക്കെ മേ ബി വേറെ ഏതെങ്കിലും ക്ലബ്ബുമായിട്ടൊക്കെ ഇനി റൂമറുകൾ വരും, ആഴ്ചകൾ വന്നുകൊണ്ടിരിക്കും, തളർത്തിവിട്ടുകൊണ്ടിരിക്കും. ബട്ട് റഫീനയുടെ കാര്യം കുറച്ചുകൂടെ ജെനുവിനാണ്, ഓൾമോസ്റ്റ് ഷുവർ ആണ്. പിന്നെ അൽവാറസിന് എന്തായാലും ക്ലബ്ബുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അൽവാറസിന് സീരിയസ്ലി ടോക്സ് സിറ്റിയായിട്ട് നടത്തിയത്, ഇൻട്രസ്റ്റ് കാണിച്ചതും PSG-യും അത്ലറ്റിക്കോ മാഡ്രിഡും ആണെന്നുള്ളതും ട്രസ്റ്റബിൾ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ബട്ട് PSG സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് അൽവാറസ് PSG-യിലോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് കേൾക്കുന്നു. അത്ലറ്റിക്കോയിലോട്ട് പോകാൻ അൽവാറസിന് താല്പര്യമുണ്ട്. ബട്ട് അത്ലറ്റിക്കോയ്ക്ക് അത്ര വലിയൊരു എമൗണ്ട് പേ ചെയ്യുക ഇപ്പൊ പോസിബിൾ അല്ലെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ